ഹലോ, വെൽക്കം ടു ഫുഡ് ഇൻഷി. ഞാനിവിടെ കുറച്ച് ചപ്ലി കബാബ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെയാണ് എടുത്ത് വെക്കുന്നത്. കുറച്ച് രണ്ട് സവാള എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് നന്നായി അരച്ചെടുക്കാം നമുക്ക്. പിന്നെ ഞാൻ 1 കിലോ ബീഫിൻ്റെ കീമ വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. ആദ്യം നമുക്ക് ഈ സവാള ഒന്ന് അരച്ചെടുക്കാം. അതിൽ തന്നെ നമുക്ക് ബീഫ് ഒന്ന് അരച്ചെടുക്കാനുണ്ട്. ബീഫ് കുറച്ച് നെയ്യുള്ളത് നല്ലതാട്ടോ. പിടിക്കുമ്പോൾ നല്ലോണം ഒട്ടിക്കിട്ടും. ബീഫ്, അതുപോലെ തന്നെ പച്ചമുളക്, കുറച്ച് ഇഞ്ചി, ഉപ്പ്, ഇഞ്ചി, പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി. ഇത് നമുക്ക് നന്നായി അരച്ചെടുക്കാം. നമുക്കിതെല്ലാം ഇതിലിട്ടിട്ട് നന്നായി കുഴച്ചെടുക്കാം. അരച്ച ബീഫും സവാള അരച്ച് വെച്ചതിൻ്റെ വെള്ളം ഒന്ന് കളഞ്ഞെടുക്കണേ. ഇപ്പോഴത്തെ സവാളക്ക് വെള്ളമൊന്നുമില്ല. വലിയ വെള്ളമൊന്നുമില്ല. ഇട്ടിട്ടു അത് വേണ്ട. ബീഫിലേക്ക് അരച്ച് വെച്ച നമ്മൾ ഉപ്പിട്ടിട്ട് അരച്ചതല്ലേ. ഇതിലേക്ക് ഇത് മല്ലി ഇതേപോലെ ഒന്ന് പൊടിച്ചെടുത്താൽ മതി. പെരിഞ്ചീരകം ഒക്കെ 1 ടേബിൾ സ്പൂണാണ്. 1 ടേബിൾ സ്പൂൺ. ഇത് അനാറിൻ്റെ കുരു പൊടിച്ചെടുത്തതാണ്, ഉണക്കി പൊടിച്ചെടുത്തത്. പിന്നെ ഗരം മസാല പൗഡർ അത് കുറച്ചിട്ട് കൊടുത്താൽ മതി. 1 ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ. മല്ലിയില, അതുപോലെ തന്നെ പുതിന ചെറുതാക്കി അരിഞ്ഞെടുത്താൽ മതി. പിന്നെ വലിയൊരു തക്കാളി ഇതേപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് 3 ടേബിൾ സ്പൂൺ കമ്പത്തിൻ്റെ പൊടിയാണ്. ഇത് വേണമെന്നൊന്നുമില്ല. കുറച്ച് മറ്റേ ഗോതമ്പ് പൊടിയാണ് നല്ലത്, അതെടുത്താലും മതി. ഇത് ഞാൻ വാങ്ങിയതാണ്. കമ്പത്തിൻ്റെ പൊടി വാങ്ങാൻ കിട്ടുന്നുണ്ട്, കണ്ടോ. അതൊന്ന് ഞാൻ ഒന്നുകൂടെ ഒന്ന് പൊടിച്ചെടുത്ത്. എല്ലാത്തിനും കിട്ടും. ഇതൊന്ന് ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കിയാൽ നല്ല ഉണ്ടാവും. ഇനി ഇതെന്താ വേണ്ടിയിട്ട് നന്നായി കുഴച്ചെടുക്കുക. നല്ലോണം കുഴക്കണം. കുരുമുളകിൻ്റെ പൊടി കുറച്ച് കൂട്ടാം. എന്താ ഈ സാധനങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഉപ്പ് എപ്പോൾ ഇടുമ്പോഴും കുറേശ്ശേ ഇടാവുള്ളൂ. നമുക്ക് നോക്കിയിട്ട് വേണമെങ്കിൽ ഇടാം. അതുപോലെ കുറച്ച് മഞ്ഞളിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് അയമുളകും പൊടിച്ചത് ഇട്ട് കൊടുക്കുക. ലേശം ഇട്ട് കൊടുത്താൽ. നല്ല ജീരകത്തിൻ്റെ പൊടി കുറച്ചിട്ട് കൊടുക്കുക. അത് ഇഷ്ടമുള്ളവർ മാത്രം ഇട്ടാൽ മതി. 1/2 ടീസ്പൂൺ. ചിലർക്ക് നല്ല ജീരകത്തിൻ്റെ പൊടി, അയമോദകത്തിൻ്റെ പൊടിൻ്റെ മണമൊന്നും ഇഷ്ടാവില്ല. ഞാൻ തന്നെ കുറച്ചിട്ടിട്ടുള്ളൂ. ഇനി ഇത് നന്നായി തിരുമ്പി കുഴച്ച്, കുഴയിലാണ് ഇത് വരേണ്ടത്. ശരിക്കും നന്നായി കുഴച്ചെടുക്കണം. നന്നായി കുഴച്ച് 1 കോഴിമുട്ട ചേർക്കാണ്ട്. കോഴിമുട്ട 2 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായി ചേർക്കുക. നമ്മൾ കൈ കൊണ്ട് തന്നെ നന്നായി ചേർക്കലാണ് ഇതിൻ്റെ ഉത്തമം. നന്നായി ചേർക്കട്ടെ. ഉപ്പിൻ്റെ കുറച്ച് കുറവുണ്ട്. നമുക്ക് ചെറുനാരങ്ങയുടെ നീരും കൂടി ഒഴിച്ച് കൊടുക്കാം. അത് കുഴക്കുന്ന സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ നമുക്ക് ഒരു 2 മണിക്കൂറോ 1 മണിക്കൂറോ എന്തായാലും ഒരു
കുഴക്കലാണ് ഇതിൻ്റെ ഏറ്റവും ഉത്തമം. നമുക്കത് വെച്ച് കൊടുക്കാം. കുറച്ച് സമയം മൂടി വെച്ച് കൊടുക്കാം. ക്ലോസ് ചെയ്ത്. അപ്പോൾ ഞാൻ പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് നല്ല ചൂടായി വന്നിട്ടുണ്ട്. പാന് നമുക്കിത് ഞാൻ മൂടിയെല്ലാം വെച്ചതാണ്. ഇതുപോലെ ക്ലോസ് ചെയ്ത് വെക്കണേ. കണ്ടോ? ഇനി ഇത് നമ്മൾ കുറേശ്ശെ എടുത്തിട്ട് കയ്യിൽ കുറച്ച് ഓയിൽ വരട്ടിയിട്ട് നല്ലോണം ചേർത്ത് വെച്ചതാണ്. എന്നിട്ട് ഇത് കയ്യിൽ വെച്ചിട്ട് പരത്തി കൊടുക്കുക. നമുക്കിതിലേക്ക് ഓയിലിലേക്ക് വെച്ച് കൊടുക്കാം. സൂക്ഷിക്കണം കൈ പൊള്ളാതെ. എന്താ ഇതുപോലെ ഇങ്ങനെ പരത്തിയിട്ട് വെച്ച് കൊടുക്കുക. ഇനി അടുത്തത് വെച്ച് കൊടുക്കുക. ഇനി ചേർക്കുക. തോനെ ഉണ്ടാക്കി വയ്ക്കുക. നമുക്കിതൊക്കെ ഒരു പാത്രത്തിലേക്ക് ചേർന്ന്. അപ്പോൾ നമ്മൾ കബാബ് ഇവിടെ കൊടുന്ന് വെച്ചിട്ടുണ്ട്. ഇതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കി വയ്ക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിച്ചാട്ടെ. ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ ഷെയർ ചെയ്യും വേണം. എന്തായാലും ഇഷ്ടപ്പെടും ഇതുണ്ടാക്കി നോക്കിയാൽ. അപ്പോൾ നിങ്ങൾ ഷെയർ ചെയ്യുക, അപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ചെയ്യുക. ഇതുപോലെ ഉണ്ടാക്കി നോക്കിയാൽ മതി. ഇനിയിപ്പോൾ നിങ്ങളുടെ അടുത്ത് ഗോതമ്പ് പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതി, അതല്ലെങ്കിൽ ബേസൻ ചേർത്താലും മതി. നിങ്ങളുടെ അടുത്ത് എന്താ ഉള്ള പൊടി ചില ചേർത്താൽ മതി. പിന്നെ കുറേ പൊടിയൊന്നും ചേർക്കരുത്. ഞാൻ ചേർത്ത പോലെ കണക്ക് അത്രേ പാടുള്ളൂ. ഇങ്ങനെ പൊട്ടാണ്ട് കിട്ടും. ഓക്കെ, അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. ബൈ.